ജോലിക്കൊക്കെ പോണവർക്ക് സൺഡേ എന്ന് പറയുമ്പോൾ ഒന്ന് റിലാക്സ് ആവാൻ കിട്ടുന്ന ഒരു ഡേ ആണ്. പക്ഷെ നമുക്ക് എന്ത് സൺഡേ എന്ത് മൺഡേ എന്നും ഒരേപോലെ. പക്ഷെ ഇന്നത്തെ സൺഡേ കുറച്ച് സ്പെഷ്യൽ ആണ്. ഞാൻ ഈ രാവിലത്തെ പണികളൊക്കെ പെട്ടെന്ന് തീർക്കുന്നത് ഒരു കാര്യമാണ്. എന്താന്നല്ലേ, ഇന്ന് അച്ഛന്റെ അമ്മേന്റെ 29th വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോ ഇന്നത്തെ ട്രീറ്റ് അവരെ വകയായിക്കോട്ടെ. ഞങ്ങൾ നേരെ കാലിക്കറ്റിലേക്കാട്ടോ പോയത്. ഫുഡൊക്കെ കഴിച്ച് നേരെ പോയത് ഗോകുലം മോളിലേക്കാണ്. പിന്നെ അവിടേക്ക് അമ്മൂക്ക് എത്തി. അതിന് മാത്രമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പുറത്തു പോവുക, ഒന്ന് ഫുഡ് കഴിക്കുക, ഒരു കേക്ക് കട്ടിങ്. സംഭവം എന്താന്ന് വെച്ചാൽ അങ്ങനത്തെ എന്തെങ്കിലും സ്പെഷ്യൽ ഡേ ഫാമിലിയിൽ വരുമ്പോൾ നമുക്ക് അവർ ഒത്തുകൂടലില്ലെങ്കിൽ ഒരു രസമില്ല. ഇനിയിപ്പോ അങ്ങനെയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, എല്ലാരും കൂടി ഒന്ന് ഒത്തൊരുമിക്കുമ്പോ തന്നെ മനസ്സിനൊരു ഹാപ്പിനെസ് ആണ്. പിന്നെ വസുവിന്റെ ഫസ്റ്റ് ഷോപ്പിംഗ് മോളാണ് ഗോകുലം. ഇന്നിപ്പോ ഇവരെ വെഡിങ് ആനിവേഴ്സറിക്ക് പ്രമാണിച്ച് ഒരു 2 വാക്ക് ഇവരൊന്ന് പുകഴ്ത്തിയാലോ. ഇവരെ കല്യാണം കഴിഞ്ഞൊരു 1 year കഴിഞ്ഞപ്പോ തന്നെ ഞാനെത്തി. അത് കഴിഞ്ഞ് അമ്മു. ഇതിപ്പം ഇവിടെ പറയാൻ എന്താ കാരണം എന്നല്ലേ, ആ ഒരു സമയത്ത് ഇന്നത്തെ പോലത്തെ ടെക്നോളജീസോ ഫെസിലിറ്റീസോ ഒന്നും തന്നെ ഇല്ല. പിന്നെ അന്നൊക്കെ എന്ന് പറയുന്നത് കുറേ അംഗങ്ങളുള്ള ജോയിന്റ് ഫാമിലി. അപ്പൊ അതിനൊക്കെ ഇടയ്ക്ക് ഞങ്ങളെ കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ഞങ്ങളുടെ ഇഷ്ടാനുസരണങ്ങൾക്ക് അനുസരിച്ചിട്ട് അവർ ചെയ്തു തന്നിട്ടുണ്ട്. പിന്നെ ഒരുവിധം ആൾക്കാർ പറയാതെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, അവന് 2 പെൺകുട്ടികളല്ലേ. അന്നത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഒരു ചലഞ്ചിങ് ആണ്. എന്നെ സംബന്ധിച്ച് ഇവർ രണ്ടുപേരും എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന് തന്നെ പറയാം. കാരണം ലൈഫിൽ എന്ത് ഡിഫിക്കൽട്ടി മൊമെന്റ്സ് വരുമ്പോഴും എന്തൊരു ഡിസിഷൻ എടുക്കേണ്ടി വരുമ്പോഴും ഞാൻ ഫസ്റ്റ് തന്നെ അവരോടാണ് ചോദിക്കുക. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവരെ തന്നെ അച്ഛനും അമ്മയെ കിട്ടിയാൽ ഞങ്ങൾ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്.